Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu. Wa ashhadu an la ilaha illallah wa ashhadu anna Muhammadan abduhu wa rasuluhu. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الإخوة اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا أنفسهم حرجا مما قضيت ويسلموا تسليما. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലയിലും പരമാവധി പാലിച്ച് നല്ലവരായി ജീവിച്ചു മരിക്കുവാൻ ശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും മാപ്പ് ചെയ്തു നൽകി അവൻ്റെ ജന്നാത്തുൻ നഈമിൽ നമ്മെ എല്ലാവരെയും കുടുംബത്തോടൊപ്പം ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകൾ അവരുടെ നല്ലതായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ച് നൽകുമാറാവട്ടെ. രോഗം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ അവർക്ക് അതിൽ നിന്നുള്ളൊരു മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസി സമൂഹത്തിന് കൃത്യമായ മാർഗങ്ങൾ തങ്ങളുടെ മതത്തിൻ്റെ കാര്യത്തിലായാലും ഭൗതിക കാര്യത്തിലായാലും വളരെ വ്യക്തമായി കൊണ്ട് നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണം, അവൻ്റെ സ്വഭാവം എന്തായിരിക്കണം, അവൻ്റെ പെരുമാറ്റങ്ങൾ എന്തായിരിക്കണം എന്ന് കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ, അതല്ലെങ്കിൽ കാലാകാലങ്ങളിൽ വന്നുപോയ പ്രവാചകന്മാരിലൂടെ വളരെ വ്യക്തമായി കൊണ്ട് സമൂഹത്തിന് സമർപ്പിച്ചിട്ടുള്ളതാണ്. വേദഗ്രന്ഥങ്ങളും നൽകി. എന്നിട്ട് അവരോട് വേദഗ്രന്ഥങ്ങളെയും പ്രവാചകന്മാരെയും അനുസരിക്കുവാനും അനുകരിക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആ ഒരു തത്വമാണ് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മതപരമായി ഒന്നും ഭൗതികപരമായി വേറൊന്നുമായി കൊണ്ടല്ല ഇസ്ലാം വിശ്വാസ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത്. മറിച്ച് ഒരേ അളവിൽ ഒരേ രൂപത്തിൽ അള്ളാഹുവിനെയും പ്രവാചകനെയും അനുസരിച്ചുകൊണ്ട് മാത്രമാണ് വിശ്വാസി സമൂഹത്തിന് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. നാം മനസ്സിലാക്കേണ്ട അതിപ്രധാനമായ ഒരു വസ്തുതയും അതാണ്. തനിക്ക് ഒരു മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് ഈ ലോകത്ത് ഒരു വേദഗ്രന്ഥവും ഒരു പ്രവാചകനും കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന ഒരു വിശ്വാസവും ഒരു ഓർമ്മയും തങ്ങളുടെ ജീവിതത്തിൽ സദാസമയത്തുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രംഗത്തും അത് നൽകി എന്ന് നാം മനസ്സിലാക്കി. ഇത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ള ഒരു സ്വഭാവം അത് വിശ്വാസ സമൂഹത്തിൻ്റെതാണ്. അത് വിശ്വാസത്തിന്റെ ഒരു മഹിമയുമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലെ മതപരമായാലും
ഭൗതികപരമായാലും എന്തെങ്കിലും ഒരു സംശയമോ വല്ല പ്രയാസങ്ങളോ ഉണ്ടായാൽ കൃത്യമായ മാർഗനിർദ്ദേശം ആരുടെ പക്കൽ നിന്ന് സ്വീകരിക്കണമെന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്നതാണ് തുടക്കത്തിൽ ഞാൻ ഓതിവച്ച സൂറത്തുൻ നിസാഇന്റെ 64-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി കൊണ്ട് ഈ സമൂഹത്തിന് കാര്യങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രവാചകന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 10,000-കണക്കിന് വരുന്ന സ്വഹാബികളെ മുൻനിർത്തിക്കൊണ്ട് വളരെ വ്യക്തമായി കൊണ്ട് ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈലായ്, ഒരു വെളുവെളുത്ത പാതയിലാണ് ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത്. ലൈലുഹാ കനഹാരിഹാ, അതിന്റെ രാവ് പകല് പോലെ പ്രശോഭിതമാണ്. ലാ യസിയു അൻഹാ ഇല്ലാ ഹാലികുൻ, അത് നശിച്ചവനല്ലാതെ അതിൽ നിന്ന് പിന്മാറുകയില്ല എന്ന്. പ്രവാചകന്റെ ജീവിതം കൃത്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയതും വളരെ വ്യക്തമാണ്. എന്നിട്ടും അത് ജീവിതത്തിൽ പാലിക്കാതിരിക്കുക എന്നുള്ളത് അത് നശിച്ചുപോയ പരലോക പരാജയം നേടാൻ സാധ്യതയുള്ള ആളുകളുടെ സ്വഭാവമായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുകയാണ്. നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം, മുസ്ലിമീങ്ങളുടെ ആഘോഷം ഇസ്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ബലിപെരുന്നാളും ചെറിയ പെരുന്നാളുമാണ് മുസ്ലിമീങ്ങൾക്കായി ഇസ്ലാം നിർദ്ദേശിച്ചു തന്ന ആഘോഷങ്ങൾ. എന്നാൽ അതിനേക്കാളേറെ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു വലിയ വിഭാഗം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ വിശ്വാസം എന്താണ് എന്നും ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണമെന്നും കൃത്യമായി മനസ്സിലാക്കുവാൻ പറ്റാവുന്ന രീതിയിൽ അള്ളാഹു കാര്യങ്ങൾ വിശദീകരിച്ചു തരികയാണ് ഇവിടെ. അള്ളാഹു പറയുന്നു, ഫലാ വ റബ്ബിക, നബിയെ താങ്കളുടെ രക്ഷിതാവ് തന്നെയാണ് സത്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹനെ സത്യപ്പെടുത്തിക്കൊണ്ട് വിശ്വാസി സമൂഹത്തിന് ബോധ്യപ്പെടുവാൻ പ്രവാചകനോട് കൽപ്പിക്കുകയാണ്, നബിയെ അള്ളാഹു തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂന, അവരാരും തന്നെ വിശ്വാസിയാവുകയില്ല, ഒരാളും വിശ്വാസിയാവുകയില്ല, ആരും തന്നെ വിശ്വാസിയാവുകയില്ല. അള്ളാഹനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നത്. ഒരാളും വിശ്വാസിയാവുകയില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകരെ അങ്ങയെ അവർ വിധികർത്താവായി സ്വീകരിക്കുന്നത് വരെ ഒരാളും വിശ്വാസിയാവുകയില്ല എന്ന്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തർക്കം, എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം, മതത്തിന്റെ കാര്യത്തിലായാലും ഭൗതികമായ കാര്യത്തിലായാലും കൃത്യമായി കൊണ്ട് ഇസ്ലാം അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ തർക്കങ്ങൾക്കുള്ള ഒരു പരിഹാരം അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന് സമർപ്പിച്ചു നൽകിയിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ സന്ദർഭങ്ങളിലും അവനുണ്ടാകേണ്ട സംശയങ്ങളും അവനുണ്ടാകേണ്ട പ്രയാസങ്ങളും അവന്റെ പ്രശ്നങ്ങളും കൃത്യമായി കൊണ്ട് നിർവചിച്ച് പ്രവാചകന്റെ ജീവിതത്തിലൂടെ ഈ സമൂഹത്തിന് കാണിച്ചു കൊടുത്ത ആ കാഴ്ചപ്പാടുകൾ വിശ്വാസ സമൂഹമേ നിങ്ങൾ അതിനെ പിന്തുടരണം എന്നുള്ള നിർദ്ദേശത്തോടു കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് പ്രവാചകരെ അത് അങ്ങയെ അവർ വിധികർത്താവായി സ്വീകരിക്കുന്നത് വരെ ഒരാളും വിശ്വാസിയാവുകയില്ല പ്രവാചകരെ എന്ന്. നോക്കൂ സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളിൽ നമുക്ക് തർക്കമുണ്ടായേക്കാം. ആ തർക്കങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നമുക്കൊരു പരിഹാരം വേണോ? പ്രവാചകൻ എന്ത് ചെയ്തു എന്ന് പരിശോധിച്ചാൽ മതി. പ്രവാചകൻ അതിനെന്ത് തീർപ്പ് കൽപ്പിച്ചു എന്ന് ഒന്ന് നോക്കിയാൽ മതി. അതിന് പ്രവാചകൻ അതിന് യോഗ്യനാണ് എന്ന് വിശ്വസിക്കണ്ടേ? ആ യോഗ്യത നമുക്കുണ്ടോ? ആ ഉണ്ടാകുവോളം സമയം നമ്മളാരും വിശ്വാസിയല്ല എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ വ്യക്തമാക്കുന്നത്. എന്റെ പ്രവാചകൻ ഒരു കാര്യത്തിൽ സംശയം നിവർത്തി തന്നിട്ടുണ്ട് എങ്കിൽ
ആ നിവർത്തി തന്നത് പ്രവാചകത്വത്തിന്റെ യോഗ്യതയായിക്കൊണ്ട്, ആ പ്രവാചകന്റെ യോഗ്യതയായിക്കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു. അതിന് യോഗ്യൻ എന്റെ പ്രവാചകനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നത് വരെ ഒരാളും നിങ്ങളിൽ വിശ്വാസിയാവുകയില്ല എന്ന ഗൗരവമായ നിർദ്ദേശമാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ ഈ ഭാഗങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തിന് വിധി പറയുവാൻ യോഗ്യനാണ് എന്ന് നാം വിശ്വസിച്ചു. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ ആ വിധി നമ്മുടെ സംശയങ്ങൾക്ക് പരിഹാരമായി കൊണ്ട് എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾ പരിശോധിക്കുന്നു. അങ്ങനെ പരിശോധിക്കുന്നത് വരെയും വിശ്വാസിയല്ല. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നിർത്തിയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, സുമ്മ ലാ യജിദു അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത. എന്നിട്ട് പ്രവാചകരെ, ആ താങ്കൾ വിധിച്ചിട്ടുള്ള ആ വിധിയില്ലേ, ആ വിധി തന്റെ ജീവിതത്തിൽ മനപ്രയാസം കൂടാതെ ജീവിതത്തിൽ പകർത്തുന്നത് വരെയും അവരാരും തന്നെ വിശ്വാസിയല്ല, അവരാരും തന്നെ വിശ്വാസിയാകുകയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞു. ആ വിധിച്ച കാര്യം ജീവിതത്തിൽ അത് സംശയമുണ്ടായപ്പോൾ അതെന്താണെന്ന് പരിശോധിച്ചു. എന്നിട്ട് പ്രവാചകന്റെ ജീവിതത്തിൽ ആ വിധി എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് തനിക്ക് പ്രയാസമുള്ള കാര്യമായാലും തന്റെ നഷ്ടങ്ങൾക്ക് തനിക്ക് വരാനുള്ള കാര്യങ്ങളായാലും എനിക്ക് പ്രയാസമില്ല, എന്റെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ ആ കാര്യത്തിൽ എന്തൊരു വിധിയാണോ പുറപ്പെടുവിച്ചിട്ടുള്ളത് അത് ഞാൻ സ്വീകരിക്കുവാൻ തയ്യാറാണെന്നുള്ള മനസ്സോടുകൂടി തന്റെ ജീവിതത്തിൽ അത് പകർത്തുന്നത് വരെയും അവരാരും തന്നെ വിശ്വാസിയാവുകയില്ല. വയുസല്ലിമു തസ്ലീമ. പൂർണ്ണമായും മുസ്ലിമാകുന്നത് വരെ, പൂർണ്ണമായും അല്ലാഹുവിൽ കീഴ്പ്പെടുന്നത് വരെയും അവരാരും തന്നെ വിശ്വാസിയാവുകയില്ല പ്രവാചകരെ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല വിശ്വാസ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, വളരെ കൃത്യമാണ് കാര്യങ്ങൾ. നമ്മുടെ സംശയങ്ങളൊക്കെ തീർക്കാൻ നമ്മുടെ പ്രവാചകൻ യോഗ്യനാണ് എന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു തീർപ്പ് കൽപ്പിച്ചു. ആ തീർപ്പ് കൽപ്പിച്ചത് എന്താണോ അത് സ്വീകരിക്കുവാൻ മനപ്രയാസമില്ലാത്തൊരു മനസ്സുമായി കൊണ്ട് തയ്യാറായി നിൽക്കുന്നുണ്ട് എങ്കിൽ അവരാണ് സഹോദരങ്ങളെ വിശ്വാസികൾ. അവരാണ് റബ്ബിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ എന്ന് ഇവിടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി നമ്മൾ നോക്ക്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലക്കാലം ഇവിടെ പ്രബോധന മേഖലകളിൽ വളരെ സത്യസന്ധമായി കൊണ്ട് കൃത്യമായ ബോധ്യത്തോടു കൂടി ജീവിച്ചു കഴിഞ്ഞില്ലേ? അതിൽ 22 ജന്മദിനം കഴിഞ്ഞു പോയില്ലേ? ഏതെങ്കിലും ഒരു ജന്മദിനം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഘോഷിച്ചോ? ആഘോഷിക്കുവാൻ പറഞ്ഞോ? ഇത് രണ്ടും ഉണ്ടായിട്ടില്ലല്ലോ. പ്രവാചകന്റെ ജീവിതത്തിൽ ജന്മദിനം ആഘോഷമുണ്ടോ എന്ന് തിരയുന്ന വിശ്വാസ സമൂഹത്തിന് പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു ജന്മദിനവും കാണുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അതാണ് എന്റെ പ്രവാചകന്റെ അക്കാര്യത്തിലുള്ള വിധി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്റെ ജീവിതത്തിൽ പകർത്തുവാൻ മനപ്രയാസം കൂടാതെ തയ്യാറാകുന്നുണ്ടോ അപ്പോഴേ നമ്മൾ ജീവിതത്തിൽ അള്ളാഹുവിന്റെ വിശ്വാസികളുടെ പട്ടികയിൽ ഉൾപ്പെടുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കുക. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 22 ജന്മദിനം കഴിഞ്ഞുപോയി. അത് തന്റെ ജന്മദിനം ആഘോഷിച്ചില്ല. മുൻ കഴിഞ്ഞുപോയ പ്രവാചകന്മാർ 1,00,000-ലധികം വരുന്ന പ്രവാചകന്മാരുടെ പിൻഗാമിയായിക്കൊണ്ട് ഈ ലോകത്തേക്ക് നിയോഗിതനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചോ? ആഘോഷിക്കുവാൻ കൽപ്പിച്ചോ? ഉണ്ടായിട്ടില്ലല്ലോ. മരണദിനാചരണം, ഏതെങ്കിലും ഒരു മരണ ആചാരങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ആഘോഷിച്ചോ? ഏതെങ്കിലും ഒരു പ്രവാചകന്റെ മരണദിനം ആചരിക്കുന്ന സ്വഭാവം ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ജന്മദിന ആഘോഷമോ മരണദിന ആചാരമോ കാണുകയില്ല എന്നുള്ള ഉത്തമ ബോധ്യം വന്ന വിശ്വാസ സമൂഹത്തിന് ആ ഒരു ജന്മദിനം ആഘോഷിക്കുന്ന സ്വഭാവം, അതിനോട് എന്തെങ്കിലും ഒരു അടുപ്പം പുലർത്തുവാൻ വിശ്വാസ സമൂഹത്തിന്റെ വിശ്വാസമുള്ള ഹൃദയത്തിന് സാധിക്കുകയില്ല. അവിടെ എന്തുണ്ടായിക്കോട്ടെ, അവിടെ പ്രകടനങ്ങളാണ്, അവിടെ മധു പാടലുകളാണ്, അവിടെ ഭക്ഷണം കൊടുക്കലുകളാണ്, എന്തായാലും അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലം തൻ്റെ ജീവിതത്തിൽ അത് ചെയ്തിട്ടില്ല എന്ന് പരിപൂർണമായ ബോധ്യമുണ്ടായിരിക്കെ ഒരിക്കൽ പോലും ഒരു ചെറിയ രീതിയിൽ അതിനോടൊരു ചായ്വ് കാണിക്കുന്നുണ്ട് എങ്കിൽ എന്താണ് സഹോദരങ്ങളെ, നമ്മളൊക്കെ വിശ്വാസികളുടെ പട്ടികയിൽ നിന്ന് അകന്നു പോകുമോ എന്നുള്ള കൃത്യമായ ഒരു പേടിയല്ലേ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. വിശ്വാസി ആരാണ് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന, വിശ്വാസികളുടെ സ്വഭാവം എന്താണെന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അള്ളാഹുവിന്റെ ആയത്തുകളും വളരെ കൃത്യമായി നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കെ സംശയമില്ലാത്ത, ഒരിക്കലും തന്നെ നമ്മുടെ മനസ്സിന് പ്രയാസമുണ്ടാകാത്ത ഒരു നിലപാടാണ് നാം സ്വീകരിക്കേണ്ടത്. ഒരു നിലക്കും റബ്ബിന്റെ പ്രവാചകന്റെ സുന്നത്തുകൾക്കെതിരായ ആയിക്കൊണ്ട് ജീവിക്കുവാൻ പാടില്ല, ഒരു നിലപാടെടുക്കുവാൻ പാടില്ല. ഒരു അഴഞ്ഞ നിലപാട് പോലും വിശ്വാസ സമൂഹത്തിൽ നിന്ന് പ്രവാചകന്റെ സുന്നത്തുകൾക്കെതിരായിക്കൊണ്ട് ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ള ഗൗരവമായ നിർദ്ദേശമാണ് ഈ ഒരു കാര്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതുപോലെ തന്നെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ മരണദിനാചാരങ്ങളിലും അതുപോലുള്ള ഇസ്ലാമികമായ അടിസ്ഥാനപരമല്ലാത്ത പ്രവാചകൻ ചെയ്യാത്ത ഏതേത് കാര്യങ്ങളുണ്ടോ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള ഒരു സ്വഭാവമാണ് നമുക്കുണ്ടാകേണ്ടത് എന്ന വളരെ വ്യക്തമായ ഒരു സന്ദേശമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ വെക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി അക്കാര്യം ഊട്ടി പറഞ്ഞില്ലേ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി വമിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാൾക്ക് അവന്റെ മാതാപിതാക്കൾ, അവരുടെ മക്കൾ എന്നിവരെക്കാളും എല്ലാ മനുഷ്യരെക്കാളും ഏറ്റവും കൂടുതൽ ഹുബ്ബ് എന്നോടാണ്, സ്നേഹം എന്നോടാണ്. അതായി വരുന്നത് വരെ നിങ്ങളിൽ ഒരാളും തന്നെ വിശ്വാസിയാവുകയില്ല എന്ന വളരെ വളരെ വ്യക്തമായ സന്ദേശം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എങ്ങനെ പ്രവാചകനെ സ്നേഹിക്കുക? പ്രവാചകന്റെ ജീവിതം കൊണ്ട് അനുധാവനം ചെയ്യുക എന്നുള്ളതാണ് പ്രവാചകനെ സ്നേഹിക്കുക എന്നുള്ളത്. ആ പ്രവാചകനെ സ്നേഹിക്കുന്ന സ്വഭാവം അത് സ്വീകരിക്കാതിരിക്കുകയാണെങ്കിൽ അത് മക്കളോടുള്ള താല്പര്യമാണ്, ജനങ്ങളോടുള്ള താല്പര്യമാണ്, അതല്ലെങ്കിൽ മാതാപിതാക്കളോടുള്ള താല്പര്യമാണ്, അവർക്ക് വേണ്ടി ചാഞ്ഞും ചെരിഞ്ഞും നിൽക്കുന്ന സ്വഭാവമാണ് എങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ് അവരാരും തന്നെ വിശ്വാസിയാകുകയില്ല. മറ്റൊരു ഹദീസിൽ കാണാം, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഉ തബഅൻ ലിമാ ജിഅതു ബിഹി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങളിൽ ഒരുവന്റെ ഇച്ഛ, നിങ്ങളിൽ ഒരുവന്റെ താല്പര്യം അത് എന്റെ ഇച്ഛയെ, എന്റെ താല്പര്യത്തെ മുൻകടക്കുന്നുണ്ട് എങ്കിൽ അവരും വിശ്വാസിയല്ല. അതായത് പ്രവാചകൻ എന്താണോ കാണിച്ചു തന്നത്, പ്രവാചകൻ എന്താണോ പഠിപ്പിച്ചു തന്നത്, ആ പഠിപ്പിച്ചു തന്ന ആ ഒരു സ്വഭാവത്തിലേക്ക് നമ്മുടെ സ്വഭാവം മാറുന്നത് വരെ അവരാരും തന്നെ വിശ്വാസിയാവുകയില്ല പ്രവാചകരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വളരെ വ്യക്തമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് നിലപാട് വേണം, നമുക്ക് നിലപാട് വേണം. എന്താണ് നിലപാട്? അത് തന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാതൃക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാതൃക കൃത്യമായി ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാ. പ്രവാചകൻ കാണിച്ചു തരാത്ത മാതൃക അല്ലെങ്കിൽ കാര്യങ്ങൾ അത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാ. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ. നിങ്ങളുടെ പ്രവാചകൻ നിങ്ങൾക്ക് എന്ത് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു. പ്രവാചകൻ എന്താണോ ജീവിതത്തിൽ നിന്ന് വർജിച്ചു കഴിഞ്ഞത്, ഒഴിവാക്കിയത് എങ്കിൽ അത് നിങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുക എന്ന ഗൗരവമായ നിർദ്ദേശം അള്ളാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ സകല മേഖലകളിലും കൃത്യമായി കൊണ്ട് തന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മതപരമായും അല്ലാതെയും തനിക്കെന്ത് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ അത് പാലിക്കുവാനുള്ള താല്പര്യമുള്ള മനസ്സോടുകൂടി ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും നാം ജീവിക്കുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ മരണം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു മരണമായി മാറുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനെ ഇഷ്ടപ്പെട്ടും അല്ലാഹുവിനോടുള്ള കടപ്പാടുകൾ പൂർണ്ണമായും പാലിച്ചും ജീവിച്ചു മരിക്കുവാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും
ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ഇസ്ലാമിൻ്റെ കാര്യം അത് റസൂലുള്ളാഹിന്റെ ജീവിതത്തിലൂടെ കൃത്യമായി കണ്ടെത്തുകയും പാലിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അവിടെ പ്രവാചകൻ എന്ത് ചെയ്തോ അതിന് നമ്മൾ ആലോചിക്കേ വേണ്ട. പ്രവാചകൻ ജന്മദിനം ആഘോഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മുന്നിൽ നിൽക്കേണ്ടവരാണ് നമ്മൾ. എന്നാൽ പ്രവാചകൻ ഒരിക്കൽ പോലും ഒരാളുടെയും ജന്മദിനം ആഘോഷിച്ചിട്ടില്ല, ആഘോഷിക്കുവാൻ കൽപ്പിച്ചിട്ടുമില്ല. അവിടെ ഗുണമുണ്ടോ ദോഷമുണ്ടോ എന്നുള്ളതല്ല, പ്രവാചകൻ എന്ത് ചെയ്തോ അത് ചെയ്യാൻ ഞാൻ തയ്യാറാ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മക്കയിലെ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഹജറുൽ അസ്വദിനെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞൊരു വർത്തമാനമുണ്ടല്ലോ. ഹജറുൽ അസ്വദിനോട് ആ ഒരു സന്ദർഭത്തിൽ പറഞ്ഞ വർത്തമാനം, കല്ലേ നീ ഒരു വെറും കല്ലാണ് എന്ന് എനിക്കറിയാം, പക്ഷേ എന്റെ റസൂലുള്ളാഹി മുത്തിയതായി കണ്ടു, അതുകൊണ്ട് ഞാനും നിന്നെ മുത്തുന്നു. അവിടെ പ്രവാചകൻ എന്ത് ചെയ്തോ അത് ഞാൻ ചെയ്യുന്നു എന്നുള്ള ഒരു സുന്നത്ത് പാലിക്കുന്ന ഉമർ റളിയല്ലാഹുവിന്റെ ജീവിതത്തെയാണ് നാം ഇതിലൂടെ കാണേണ്ടത്. പ്രവാചകൻ എന്ത് ചെയ്തുവോ അതെന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രവാചകൻ എന്ത് ഒഴിവാക്കിയോ അതെന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിസ്സാരമായി കാണുന്ന ഓരോ കാര്യങ്ങൾ പോലും നമുക്ക് വലിയ വലിയ ഗൗരവമായ സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും ഇസ്ലാം വെച്ചു തരുന്നുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കുക. അപ്പോ എല്ലാ കാര്യങ്ങളിലായാലും ഇപ്പൊ വുളൂഇന്റെ സമയത്ത്, വുളൂ ചെയ്യുന്ന സമയത്ത് തന്റെ മടമ്പുകാൽ വൃത്തിയായി കഴുകണേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പലപ്പോഴും മടമ്പിന്റെ കാലിന്മേൽ വെള്ളമെത്താറില്ല എന്നുള്ള ഒരു സന്ദേശത്തോടു കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മടമ്പിൻ കാൽ നരകത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ മടമ്പിൻ കാൽ ശ്രദ്ധിച്ചു കഴുകണേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി കൊണ്ട് നമ്മെ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ നമസ്കാരം, ജമാഅത്ത് നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ കാലുകൾ അടുപ്പിച്ചും ചുമലുകൾ അടുപ്പിച്ചും നിൽക്കണേ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ജമാഅത്തിന്റെ പുണ്യം കിട്ടുകയില്ല എന്നുള്ള പ്രവാചകന്റെ സന്ദേശം വളരെ നിസ്സാരമാണ്. പക്ഷെ പലരും അകന്നു നിൽക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അതിലൊക്കെ വലിയ വലിയ സന്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമ്മെ പ്രവാചകനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമസ്കാരത്തിന്റെ സമയത്ത് അതിലൊക്കെ ഖിറാഅത്തുകളും പ്രാർത്ഥനകളും ശ്രദ്ധയോട് കൂടി ഉച്ചരിക്കുന്നുണ്ട് എങ്കിൽ അത് പെട്ടെന്ന് നമസ്കരിക്കുന്നവർക്കുള്ള അശ്രദ്ധപൂർണമായ നമസ്കരിക്കുന്നവർക്കുള്ള ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരുപക്ഷെ അത് കാരണമായേക്കാം. അതുപോലെ തന്നെ നമസ്കാര ശേഷമുള്ള ദിക്റുകൾ, ദുആകൾ പലപ്പോഴും നാം ഒക്കെ വിസ്മരിക്കാറുണ്ട്, നാം അത് ഒഴിവാക്കാറുണ്ട്. വളരെ പുണ്യമുള്ള പ്രവാചകന്റെ സുന്നത്തുകളായിക്കൊണ്ട് നമ്മെ പഠിപ്പിക്കപ്പെട്ട വസ്തുതകളാണത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയതുപോലെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ദിക്റുകളും ദുആകളും ചെയ്യുവാൻ നാം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രഭാത പ്രദോഷ പ്രാർത്ഥനകൾ കൃത്യമായി പതിവാക്കുവാൻ നാം ശ്രദ്ധിക്കുക. വീട്ടിൽ വെച്ചുള്ള ഖുർആൻ പാരായണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒന്നാണ്. ശൈത്വാനിൽ നിന്നുള്ള സംരക്ഷണം നമ്മുടെ വീടിനും വീട്ടാർക്കും നൽകുമെന്നുള്ള പ്രവാചകന്റെ വചനങ്ങൾ സഹോദരങ്ങളെ നാം ശ്രദ്ധിക്കുക. പ്രവാചകന്റെ മേലുള്ള സ്വലാത്ത് പലപ്പോഴും നമുക്ക് അസഹ്യമാ, നമ്മൾ ചെയ്യാറില്ല. പ്രവാചകന്റെ മേലുള്ള ആ സ്വലാത്തുകൾ, പ്രവാചകന്റെ പേരിൽ ചൊല്ലേണ്ട സ്വലാത്തുകൾ, ഇബ്രാഹിമിയ സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ ഇന്നക ഹമീദും മജീദ് എന്ന് പറയുന്ന ആ സ്വലാത്തുകൾ പ്രത്യേകിച്ചും വെള്ളിയാഴ്ചയിൽ നമുക്ക് സുന്നത്താക്കി നൽകപ്പെട്ടതാ. ധാരാളം ചൊല്ലുവാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഓതേണ്ട സുന്നത്ത് ദിക്ർ, ഖുർആൻ, സൂറത്തുൽ കഹ്ഫ് നമ്മളിൽ എത്ര പേര് ഓതിയിട്ടുണ്ട്? പ്രവാചകന്റെ സുന്നത്തല്ലേ എന്നുള്ള ഒരു ശ്രദ്ധ പോലുമില്ലാതെ പലപ്പോഴും നമുക്കത് ഓതാൻ കഴിയുന്നില്ല എങ്കിൽ പതിവാക്കുവാൻ നാം ശ്രദ്ധിക്കുക. പല്ല് തേക്കുന്ന സ്വഭാവം ഓരോ ഒളുവിന്റെ സമയത്തും പരമാവധി പാലിക്കുക എന്നുള്ളതിലപ്പുറം കൃത്യമായി കൊണ്ട് ദന്തശുദ്ധീകരണം നടത്തുക എന്നുള്ള സ്വഭാവം നമുക്കുണ്ടാകേണ്ടതുണ്ട്. ബാത്റൂമിലും അതുപോലെ തന്നെ പള്ളികളിലും കയറുമ്പോഴും ഇറങ്ങുമ്പോഴുമുള്ള
പ്രാർത്ഥനകളും വെക്കേണ്ട കാലുകളും കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയുണ്ടായി. ഇങ്ങനെ എത്രത്തോളം എന്നാൽ ചെരുപ്പ് ധരിക്കുമ്പോൾ പോലും വലതുകൊണ്ട് തുടങ്ങണമെന്നും ഇടതുകൊണ്ട് അവസാനിപ്പിക്കണമെന്നും പഠിപ്പിച്ചു തന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി സുന്നത്തുകൾ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ട് ആ സുന്നത്തുകൾ പാലിക്കാതെ ബിദ്അത്തിന്റെ പിന്നാലെയാണ് നാം ഓടുന്നത് എങ്കിൽ വിശ്വാസത്തിന്റെ പട്ടികയിൽ നിന്ന് മാറും എന്ന് മാത്രമല്ല സ്വർഗം നമുക്ക് അന്യമായി തീരുമെന്നുള്ള ഗൗരവമായ ആ ഓർമ്മ നമ്മുടെ മുന്നിൽ ഉണ്ടാകേണ്ടതുണ്ട്. പ്രവാചകന്റെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണത്. മൻ അഹബ്ബ സുന്നത്തി, ആരെങ്കിലും എന്റെ സുന്നത്തിനെ സ്നേഹിച്ചാൽ, ആരെങ്കിലും എന്റെ ചര്യയെ സ്നേഹിച്ചാൽ അവൻ എന്നെ സ്നേഹിച്ചു. ആരെങ്കിലും എന്നെ സ്നേഹിച്ചാൽ അവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ് എന്ന പ്രവാചകന്റെ വചനങ്ങൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും മരിക്കുന്ന സമയം വരെ പ്രവാചകന്റെ സുന്നത്തിനെ അനുധാവനം ചെയ്ത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുകയാണ് എങ്കിൽ പരാജയമില്ലാത്ത ഒരു ജീവിതം നമുക്ക് ഉണ്ടായേക്കാമെന്നുള്ള ഗൗരവമായ സന്ദേശം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദായിൽ വെച്ചുകൊണ്ട് പറഞ്ഞ അതേ ഒരു വർത്തമാനം, തറക്തു ഫീകും അംറൈൻ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു, ലം തളില്ലു മാ തമസ്സക്തും ബിഹിമാ, അവ രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുകയാണ് എങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങൾ വഴിപിഴക്കുകയില്ല എന്ന ആ പ്രവാചകന്റെ വചനം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞത് കിതാബുല്ലാഹി വസുന്നത്തി റസൂലിഹി, അത് അള്ളാഹുവിന്റെ കിതാബായ വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ജീവിതചര്യയായ സുന്നത്തുകളുമാണ് എന്ന് വ്യക്തമായി നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ട് വഴിപിഴക്കാത്ത ഒരു ജീവിതം കൃത്യമായ വളരെ വ്യക്തമായി വെളിച്ചത്തോടു കൂടിയുള്ള ഒരു രാത്രിയായാലും അതിന് ഇരുട്ട് മൂടാത്ത കൃത്യമായ ഒരു പാന്താവ്, ഒരു വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ ജീവിതത്തിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ നൽകിയ പാതയിലൂടെ നാം ജീവിക്കുകയാണ് എങ്കിൽ നമ്മുടെ പരാജയം, നമുക്ക് ഒരിക്കലും തന്നെ പരാജയം വരികയില്ല എന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മളും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ താങ്ങും തണലുമായും മാറേണ്ട നമ്മുടെ കുടുംബത്തെയും ആ ഒരു രീതിയിലേക്ക് എത്തിക്കുകയും എല്ലാവിധ ശിർക്ക് ബിദ്അത്തുകളിൽ നിന്നും ഖുറാഫാത്തുകളിൽ നിന്നും മാറി നിൽക്കുവാൻ ഉള്ളിൽ നിന്നുള്ള ഒരു പ്രേരണ നമുക്കുണ്ടാവുകയും ആ ഈമാൻ മരണം വരെ നിലനിർത്തുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോയ എല്ലാ പാപങ്ങളും നീ ഞങ്ങൾക്ക് മാപ്പ് ചെയ്തു നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളിൽ കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ, അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ, അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ദുരീകരണം നൽകി നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين.